ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അങ്ങനെ ഇന്ന് വീക്കെൻഡ് ആണ്. എന്റെ ഒപ്പം മുഫിയുണ്ട്, എന്റെ ഇളയച്ചനും ഉണ്ട്. ഇളയച്ചനെ കാണിച്ചതാ. നിയാദിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, മുമ്പത്തെ വ്ളോഗിലുണ്ട്. ഓന് കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്, പിന്നെ ഇവിടെ ലോക്കായി, പെട്ടെന്ന് ജോലി കിട്ടി. നിയാദിന്റെ ഭാഗ്യം. കല്യാണം കൂടാൻ വന്നിട്ട് ജോലി കിട്ടി. ഇവിടെ ഓരോരുത്തർ ജോലിക്ക് വേണ്ടി വന്നവർക്ക് പോലും ഇവിടെ ജോലി കിട്ടിയിട്ടില്ല. ബുദ്ധി വേണമെന്നാണ് പറയുന്നത്. എഞ്ചിനീയർ ആണെന്ന് അവൻ പറയാതെ നിങ്ങൾക്ക് അറിയിച്ചു തന്നു, അവൻ എഞ്ചിനീയർ ആണെന്നുണ്ട്. പക്ഷെ പെണ്ണ് നോക്കണില്ല കേട്ടോ. നീ അത് വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്. കിട്ടണ്ട. നീ അത് വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്. ഇവിടെ ഇരുന്ന് നിന്നത്. നമ്മളിപ്പോ എത്ര മാസം നിന്നു? 3 മാസമല്ലേ? 2 മാസോ? 1.5 മാസം നമ്മളിപ്പോ നിന്നിട്ട് അബുദാബിയിൽ ജോലിയായിട്ട് വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. അബുദാബിയാണ് നല്ലത്, അങ്ങനെ ഇങ്ങനെ. ഇവിടുന്ന് പോവാൻ നേരത്തെ കരഞ്ഞിട്ട് പോയവനോ. എഞ്ചിനീയറിന്റെ അടയാളമാണ് അത്. നിയാദിന് ജോലിയായപ്പോ നിയാദ് ഒരു തന്തവായി പോയി. പറയണത് ഗൈസ്, അപ്പൊ നമ്മള് സ്ട്രീറ്റ് ബർഗർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിന്നാം. ആറ്റിറ്റ്യൂഡാണ് കാര്യമാക്കുന്നത്. വെറുതെ വീഡിയോ എടുക്കുന്നത്, ഒന്നും സംസാരിക്കാനില്ല. പക്ഷെ ഈ ബാഗ് നിനക്ക് നല്ലോണം ചേരുണ്ട് എന്നെക്കാളും. എന്റെ ബാഗ് ഇതാ. അപ്പോൾ ഈ ബർഗറിന് ജസ്റ്റ് 10.80 ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനത് കട്ട് ചെയ്യും. ഇതെങ്ങനെ തിന്നാം? $10.80ക്കുള്ള ബർഗർ ഇതിനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാത്രം കഴിച്ചാൽ വേറെ അറിയില്ല. അതുകൊണ്ട് നമുക്ക് വേറെയും കഴിക്കാൻ പോകണം. അപ്പൊ ഇത് തെന്ന് തരത്തിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു 10 തരത്തിന് അത് എനിക്ക് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ റിഗേലാണ്. ആ കടന്റെ പേരെന്തായിരുന്നു? റെസ്റ്റോ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ്. റിഗേലുള്ളവർ ഇത് ട്രൈ ചെയ്യേണ്ടതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം നമ്മൾ ബർഗർ കിങ്ങിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ 10 തരത്തിൻ്റെ ബർഗറാണോ ടേസ്റ്റ്, അതോ ഇവിടെ എത്ര 30 തരത്തിൻ്റെ ബർഗറാണോ ടേസ്റ്റ് എന്ന് നമുക്ക് തിന്നിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ബർഗറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അവരൊക്കെ നോക്കി ചിരിക്കുന്നത്. എത്ര ഡ്രസ് ഉണ്ടാവുക? അതിനേക്കാൾ 10 ഡ്രസ് ഉണ്ടാവും. കുറേ ഡ്രസ് ഞാൻ അന്ന് കാണിച്ചിരുന്നു, മുമ്പത്തെ വീഡിയോ കാണിച്ചിരുന്നു. കപ്പാട്ടില് 3 നിങ്ങളിവിടെ എന്താണ് ഈ കപ്പാട്ട്? എനിക്ക് മനസ്സിലാവില്ല. കപ്പാട്ട് പറഞ്ഞ എന്താണ്? അപ്പൊ ഈ കപ്പാട്ടില് 4 ഇതുണ്ട്, 4 കോളം. 4 കോളത്തിൽ 3 കോളത്തിൽ ഓൾഡാണ് ഫുള്ളല്ലേ. എന്നിട്ട് ഇപ്പൊ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇതാ, പിന്നെ ഇട്ടിട്ടുള്ള ഷൂ അതും അഞ്ചാണ്. തൊപ്പി മാത്രമല്ലേ പാൻറ്. ബാക്കിയൊക്കെ എന്റേതാണ്. അപ്പൊ ഇതില്
നഗറ്റ്സ് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്, ബർഗർ ഉണ്ട്. അപ്പൊ നമുക്ക് ക്യാമറമാൻ വെള്ളം ഇറക്കണ്ട, അതുകൊണ്ട് വേഗം കഴിക്കേണ്ടതാണ് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ഞാനും മൂപ്പി നാളെ എന്താണ് ഇത് നന്നായിട്ടുണ്ട്, അതും നന്നായിട്ടുണ്ട്. എനിക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മൾ ഇതും കൂടി കഴിക്കാൻ പോകണം കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ തടി വെച്ചോന്ന്. ഒരു ഉണ്ടയായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ തടി വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അന്ന പോലത്തെ നല്ല മാപ്പിള എന്താണ്? ഫുഡ് കഴിക്കണതുകൊണ്ട്. ഫുഡ് കഴിക്കാണ്ട് തടി വെക്കൂല. അത് പറയാൻ സസ്പെൻസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് വന്നു. ഇന്ന് വീക്കെൻഡ് അല്ല, അപ്പോൾ നമുക്ക് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇന്ന് നിയാദ് നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ കൈ 2 ഫ്രീ ആണ്. സാധനമൊന്നും ഞാൻ പിടിക്കേണ്ട ആവശ്യമില്ല. നിയാദ് അബുദാബിയിൽ നിന്ന് വരുമ്പോൾ തന്നെ മുപ്പി പറഞ്ഞു നമുക്കിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പ് പോവാം, അതാവുമ്പോൾ നിയാദും ഉണ്ടാവുമല്ലോ സാധനം പിടിക്കാനേ പറഞ്ഞു. അപ്പം നിയാദ് അബുദാബിയിൽ നിന്ന് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഒന്നുമില്ല. നമ്മൾ സാധനമൊക്കെ പിടിച്ചിട്ട് ക്ഷീണിച്ചപ്പോൾ നമ്മൾ ലെമൺ സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അല്ല മുഫി? അല്ല നീ അത് ഞങ്ങളങ്ങനെ ഫൈനലി റൂമിൽ തിരിച്ചെത്തി. നിയാദിന് ധൈര്യത്തിൽ എല്ലാവർക്കും കല്യാണം കഴിക്കാം, കാരണം നിയാദിന് ചായ വെക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ മൂവി കാണാനായിട്ട് കുറേ സംഭവങ്ങൾ ഇന്നും മേടിച്ചിട്ടുണ്ട്. നമ്മളുടെ വീക്കെൻഡ് പരിപാടി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പുറത്ത് പോയിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കുക, എന്നിട്ട് പിന്നെ നെക്സ്റ്റ് പോവാം, എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നിട്ട് TV കാണാം. ഇന്ന് നമുക്ക് പ്രേത സിനിമ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മൂവി കാണാൻ പോവാണ്. ഏത് മൂവി? പുതിയ മുഖോ? തുടരും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടല്ലേ. അപ്പം നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ വീക്കെൻഡ് നാളെ വരെ ആക്കാൻ പോവാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ചെറിയൊരു വീക്കെൻഡിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ രണ്ടുപേരും എന്താ ഒളിച്ചിരിക്കണത്? അപ്പോൾ ഗൈസ് ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും സന്ധിക്കാം.